ശ്രദ്ധിക്കുക, നമ്മൾ ആറാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. ഇംഗ്ലീഷിൻ്റെ ആറാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. ആറാമത്തെ പാഠം എന്ന് പറയുന്നൊരു പോയമാണ്. വളരെ രസകരമായ ഒരു പോയമാണ്. കമലാദാസ് എന്ന് പറയുന്ന കവയിത്രി എഴുതിയ ഒരു പോയമാണ്. പോയത്തിൻ്റെ പേര് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നാണ്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഓക്കെ, നമുക്ക് ആ പോയം ഒന്ന് വായിച്ച് നോക്കാം. ദർ ഈസ് എ ഹൗസ് now far away where once I received love, that woman died. അവിടെ ഒരു വീടുണ്ട്, വളരെ ദൂരെ ഒരു വീടുണ്ട്. there is a house now far away where once I received love. ഒരിക്കൽ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടിയതാണ്. ഞാൻ ഒരുപാട് സ്നേഹം ഏറ്റുവാങ്ങിയ ഒരു വീടാണത്. ഇപ്പോൾ അത് വളരെ ദൂരെയാണ്. ദാറ്റ് വുമൺ ഡൈഡ്. ആ സ്നേഹം തന്ന സ്ത്രീ മരണപ്പെട്ടു പോയി. അതാണ് രണ്ട് ലൈനിൽ കവയിത്രി പറയുന്നത്. ദർ ഈസ് എ ഹൗസ് നൗ ഫാർ എവേ വേർ വൺസ് ഐ റിസീവ്ഡ് ലവ്, ദാറ്റ് വുമൺ ഡൈഡ്. ഇപ്പോൾ ആ വീട് വളരെ അകലെയാണ് എന്ന് പറയാൻ കാരണം ഇനി ഒരിക്കലും ആ വീട്ടിൽ അങ്ങനെ സ്നേഹം കിട്ടാൻ വേണ്ടി കവയിത്രിക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ദൂരെയാണ്, ഇപ്പോൾ വളരെ ദൂരെയാണത് എന്ന് പറയുന്നത്. അപ്പോൾ കവയിത്രി എന്ത് ചെയ്തു? റിസീവ്ഡ് ലവ്, ദാറ്റ് വുമൺ ഡൈഡ്. ആ സ്നേഹം തന്ന സ്ത്രീ മരിച്ചുപോയി. അടുത്ത ലൈനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദ ഹൗസ് വിഡ്രോ ഇൻ ടു സൈലൻസ്. ആ വീടിപ്പോൾ എങ്ങനെയാണ്? പൂർണ്ണമായ നിശബ്ദതയിലാണ്. ആ നിശബ്ദതയിൽ ആണ്ടുപോയ വീടാണത്. സ്നേക്സ് മൂവ്ഡ് എമംഗ് ബുക്സ്. പാമ്പുകൾ ഇഴഞ്ഞു നടക്കുന്നു. എതിരെ കൂടി? പുസ്തകത്തിലൂടെ, ബുക്കിലൂടെ. പുസ്തകത്തിനിടയിലൂടെ പാമ്പുകൾ ഇഴഞ്ഞു നടക്കുന്നു. എങ്ങനെയുള്ള പുസ്തകമാണ്? ഐ വാസ് ദെൻ ടു യങ് ടു റീഡ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് വായിക്കാൻ വേണ്ടി വാങ്ങിത്തന്ന ആ പുസ്തകങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് വായിക്കാൻ വാങ്ങിത്തന്ന ആ പുസ്തകങ്ങൾക്കിടയിലൂടെ ഇപ്പോൾ പാമ്പുകൾ ഇഴഞ്ഞു നടക്കുന്നു. ഇപ്പോൾ കവയിത്രി വലിയ കുട്ടിയായി. തൻ്റെ പഴയ ശേഖരം ആയിട്ട് കവയിത്രി അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വീട്ടിലായിരുന്നു വെച്ചത്. അപ്പോൾ അതിനു മുൻപ് നമുക്ക് പറയാം, ഈ കവയിത്രി ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്? കവയിത്രിയുടെ വല്യമ്മയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഐ വാസ് ദെൻ ടു യങ് ടു റീഡ്. ഓക്കെ, ആൻഡ് മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദി മൂൺ. എൻ്റെ രക്തം തണുത്തുറയുന്നു. ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ രക്തം തണുത്തുറയുന്നു. രക്തം എങ്ങനെ തണുത്തുറയുന്നു? ലൈക്ക് എ മൂൺ, ലൈക്ക് ദ മൂൺ. ചന്ദ്രനെ പോലെ, ചന്ദ്രബിംബത്തെ പോലെ. ചന്ദ്രബിംബം എന്തു ചെയ്യുന്നു? സൈലൻ്റായി നിൽക്കുകയാണ്. അപ്പോൾ അതൊരു ഉദാഹരിക്കലാണ്, സാമ്യപ്പെടുത്തലാണ്. അതെന്താണെന്ന് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ പഠിക്കും. അപ്പോൾ ഒരു സാമ്യപ്പെടുത്തലിൽ കവയിത്രി പറയുകയാണ്, മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദി മൂൺ. ചന്ദ്രനെ പോലെ എൻ്റെ രക്തം തണുത്തുറഞ്ഞ് കട്ട പിടിച്ചിരിക്കുന്നു. എന്തിനാണ് അങ്ങനെ കട്ട പിടിച്ചത്? കവയിത്രിയുടെ ഈ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളും ആ വീടിനെക്കുറിച്ചുള്ള ഓർമ്മകളും അവരെ രക്തം പോലും കട്ടയാക്കുന്ന, തണുത്തുറയ്ക്കുന്ന അത്രമാത്രം തീവ്രമായ വികാരമാണ് അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. കവയിത്രിക്ക് ആ സ്നേഹത്തോടുള്ള, ആ നഷ്ടപ്പെട്ട വീടിനോടുള്ള, ആ നഷ്ടപ്പെട്ട സ്ത്രീയോടുള്ള ആ വൈകാരികമായ അടുപ്പമാണ് ഈ ഉദാഹരണങ്ങളിലൂടെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഗോയിങ് ദെയർ.
ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് അങ്ങോട്ട് പോകണമെന്ന്. വിചാരിക്കാറുണ്ട്. എന്തിനാണ്? ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. ടു പിയർ എത്തിനോക്കാൻ വേണ്ടി, ഉറ്റുനോക്കാൻ വേണ്ടി. ഇതിലെ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്, വിൻഡോസിൻ്റെ ബ്ലൈൻഡ് ഐസ്, ജാലകത്തിൻ്റെ അന്ധമായ കണ്ണിലൂടെ എത്തി നോക്കാൻ വേണ്ടി. ജാലകത്തിൻ്റെ അന്ധമായ കണ്ണ് എന്ന് പറഞ്ഞാൽ കവിയത്രിയുടെ ഉദ്ദേശിക്കുന്നത് തുറന്നിട്ട ജാലകത്തിനുള്ളിൽ കൂടി നോക്കുമ്പോൾ എന്തു കാണാൻ കഴിയില്ല? ഉള്ളിലുള്ള പലതും കാണാൻ കഴിയില്ല. കാരണം ഇരുട്ടാണ്, ആ വീടിനുള്ളിൽ ഇരുട്ടാണ്. അപ്പോൾ ഇരുട്ടായതുകൊണ്ടാണ് ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്ന് പറയുന്നത്. ജാലകത്തിൻ്റെ അന്ധമായ കണ്ണ് എന്ന് കവിയത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം ജാലകം എന്തിനാണ്? പുറത്തേക്കും അകത്തേക്കും നോക്കാനാണ്, അല്ലേ? അപ്പോൾ ജാലകത്തിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അകത്ത് ഇരുട്ടായിരിക്കുന്നത് കൊണ്ടാണ് ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്ന് പറയുന്നത്. ഓർ ജസ്റ്റ് ലിസൺ ടു ദി ഫ്രോസൺ എയർ. ആ തണുത്തുറഞ്ഞ, നിശബ്ദമായി നിൽക്കുന്ന, വിജനമായി നിൽക്കുന്ന, വന്യമായി നിൽക്കുന്ന ആ തണുത്ത കാറ്റിനെ ശ്രദ്ധിക്കാൻ വേണ്ടി, അല്ലേ? എന്താണ്? ജസ്റ്റ് ലിസൺ ടു ദി ഫ്രോസൺ എയർ. തണുത്തുറഞ്ഞ ആ കാറ്റിങ്ങനെ അടിക്കുന്നത് ആ വീട്ടിൽ പോയി നിന്ന് ഇങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിയും കവി പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഓർ ഇൻ വൈൽഡ് ഡിസ്പെയർ, അല്ലെങ്കിൽ കഠിനമായ നിരാശയോടുകൂടി. ഡിസ്പെയർ എന്ന് പറഞ്ഞാൽ നിരാശ. പിക്ക് ആൻഡ് ആംഫുൾ ഓഫ് ഡാർക്ക്നെസ്. ഒരു കൈനിറിയെ ഇരുട്ടിനെ വാരിക്കൊണ്ടുവരാൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ വീടിനുള്ളിലെ ഇരുട്ടിനെ കൈനിറിയെ വാരിക്കൊണ്ടുവന്ന് ടു ബ്രിങ് ഇറ്റ് ഹിയർ ടു ലൈ. അതിനെ കിടത്താൻ വേണ്ടി, അതിനെ ഇടാൻ വേണ്ടി. എവിടെ? ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്. എന്താണ്? അവിടെ നിന്നും ഒരു കൈ നിറയെ ഇരുട്ട് വാരിക്കൊണ്ട് വന്ന് തൻ്റെ ബെഡ്റൂമിൻ്റെ വാതിലിനു പിന്നിൽ ഇടാൻ കവിയത്രി ആഗ്രഹിക്കുകയാണ്. ഇനി ഇട്ടിട്ട് എന്താണ്? ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്. ആ ഇരുട്ടവിടെ കിടക്കുന്നതായിട്ട് കൈ നിറയെ ഇരുട്ടിനെ വാരിക്കൊണ്ട് വന്ന് തൻ്റെ ബെഡ്റൂം വാതിലിന് പിന്നിലിടുമ്പോൾ ആ ഇരുട്ട് എന്തിനെപ്പോലെ തോന്നിക്കുന്നു കവിക്ക്? എ ബ്രൂഡിങ് ഡോഗ്. ആലോചനാ നിമഗ്നനായി കിടക്കുന്ന, അനങ്ങാതെ ആലോചിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു ഡോഗിനെ പോലെ കവി ഭാവന ചെയ്യുകയാണ്. അപ്പോൾ ആ വീട്ടിൽ നിന്നും ഇരുട്ടിനെ വാരിക്കൊണ്ട് വന്ന് എവിടെ ഇട്ടാൽ? തൻ്റെ ബെഡ്റൂമിൻ്റെ വാതിലിന് പിന്നിലിടുമ്പോൾ അതൊരു ആലോചനാ നിമഗ്നനായ ഒരു നായയെപ്പോലെ ആയിരിക്കുമെന്ന് കവി വിചാരിക്കുന്നു. യു ക്യാൻ ബിലീവ് ഡാർലിംഗ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാൻ കഴിയില്ല. ക്യാൻ യു, നിങ്ങൾക്ക് കഴിയുമോ? ദാറ്റ് ഐ ലീവ്ഡ് ഇൻ സച്ച് എ ഹൗസ് ആൻഡ് വാസ് പ്രൗഡ് ആൻഡ് ലവ്ഡ്. ഞാൻ ആ വീട്ടിൽ ജീവിച്ചതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? വി പ്രൗഡ് ആൻഡ് വാസ് പ്രൗഡ് ഐ ലവ്ഡ്. ഞാൻ വളരെ അഭിമാനം കൊള്ളുകയും ഞാൻ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒന്നായിരുന്നത്. അപ്പോൾ ഞാൻ എത്രമാത്രം അഭിമാനം കൊള്ളുന്നുവെന്നും ഞാൻ എത്രമാത്രം അതിനെ സ്നേഹിച്ചിരുന്നുവെന്നും ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല എന്നാണ് കവി ആ 2 ലൈനിലൂടെ പറഞ്ഞു വെക്കുന്നത്. അത്രമാത്രം തീവ്രമായ അടുപ്പമായിരുന്നു ആ വീടുമായിട്ട് കവിയത്രിക്കുണ്ടായിരുന്നത്. ഐ ഹൂ ഹാവ് ലോസ്റ്റ്. എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ തീവ്രത നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. മൈ വേ ആൻഡ് ബെഗ് നൗ അറ്റ് strangers' doors to receive love, at least in small change.
ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ജീവിതയാത്രയിലുടനീളം മൈ വേ ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ്, അപരിചിതരായിട്ടുള്ള ആളുകളോട് ഞാൻ യാചിക്കുന്നു. എന്തിനു വേണ്ടി? സ്ട്രേഞ്ചേഴ്സ് ഡോർ, മറ്റുള്ളവരുടെ അപരിചിതരുടെ വാതിലിന് മുന്നിൽ പോയി യാചിക്കുന്നു. ടു റിസീവ് ലവ്, സ്നേഹം കിട്ടാൻ വേണ്ടി. അറ്റ്ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ച്, ചുരുങ്ങിയ അളവിലെങ്കിലും, കുറഞ്ഞ അളവിലെങ്കിലും. അറ്റ്ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ച്, ചെറിയ അളവിലെങ്കിലും എന്നാണ് സ്മോൾ ചേഞ്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയ അളവിലെങ്കിലും സ്നേഹം കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ എന്തു ചെയ്യുന്നു? അപരിചിതരുടെ ഡോറിന് മുന്നിൽ പോയി യാചിക്കുന്നു എന്ന് കവി പറഞ്ഞ് നിർത്തുന്നു. ഓക്കെ, അപ്പോൾ വളരെ മനോഹരമായൊരു കവിതയാണ്. നിങ്ങളിത് നിരവധി തവണ വായിച്ചു നോക്കണം. വാക്കുകളുടെ അർത്ഥമൊക്കെ ഡിക്ഷണറി നോക്കി കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ലൈൻ തരുമ്പോൾ ഇന്ന പാഠത്തിലെ ലൈൻസാണ്, ഇന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് പെട്ടെന്ന് മനസ്സിലാവുകയും ആൻസർ ചെയ്യാനും കഴിയുക ഉള്ളൂ. ശ്രദ്ധിക്കുക, പേജ് നമ്പർ 48 ഡിസ്കഷൻ എന്ന് പറയുന്ന ഭാഗം കാണുന്നത്. ഡിസ്കഷൻ, അതിനുള്ളിൽ 5 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. There is a house now far away where once I received love. That woman died. The house withdrew into silence. Snakes moved among books. I was then too young to read, and my blood turned cold like the moon. ആദ്യത്തെ 5 ലൈൻസാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വരിക. എങ്ങനെ? ഏതെങ്കിലും 4-5 ലൈൻസ് തന്നിട്ട് അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ ആ ലൈൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 6.1 നോക്കുക. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 6.1. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻഡ് ടു ദി ഹൗസ് ആഫ്റ്റർ ദി ഗ്രാൻഡ് മദർ ഡൈഡ്? ഗ്രാൻഡ് മദർ മരിച്ചതിന് ശേഷം ആ വീടിന് എന്ത് സംഭവിച്ചു എന്നാണ് ചോദ്യം. നിങ്ങൾ ചെക്ക് യുവർ ആൻസേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നോക്കുക. അപ്പുറത്തെ പേജിലുണ്ട്, 50-ാമത്തെ പേജിൽ. ഒന്നാമത്തേൻ്റെ ആൻസറായി കൊടുത്തിട്ടുള്ളത് ദ ഹൗസ് വിഡ്രോ ഇൻ ടു സൈലൻസ് എന്നാണ് പറയുന്നത്. ആ വീട് പൂർണ്ണമായും നിശബ്ദതയിലാണ്ടു. ആ വീട് പൂർണ്ണമായും നിശബ്ദതയിൽ ആയി എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ആ സ്ത്രീ മരിച്ചതിന് ശേഷം ആ വീട് പൂർണ്ണമായും നിശബ്ദതയിൽ ആയി. രണ്ടാമത്തെ ചോദ്യം, വൈ വാസ് ദി പോയറ്റ് നോട്ട് ഏബിൾ ടു റീഡ് ദി ബുക്സ്? ആ പാമ്പുകൾ ഇഴഞ്ഞു നടക്കുന്ന ആ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് കവിയത്രിക്ക് ആ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ വാസ് ടു യങ്. അവൾ തീരെ ചെറുതായിരുന്നു. അതുകൊണ്ട് അവൾ വളരെ കുട്ടിയായിരുന്ന സമയത്ത് വാങ്ങിയ പുസ്തകങ്ങളാണ്. അതുകൊണ്ട് അവൾക്ക് ആ പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഡിസ്കഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിക്കുക. ലുക്ക് അറ്റ് ദി എക്സ്പ്രഷൻ മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദി മൂൺ. ചന്ദ്രനെ പോലെ രക്തം തണുത്തുറഞ്ഞു എന്ന് പറയുന്നു. ദ പോയിറ്റ് കമ്പയറിങ് ദി കോൾഡ്നെസ് ഓഫ് ബ്ലഡ് വിത്ത് ദി മൂൺ. തണുത്തുറഞ്ഞ രക്തത്തെ ചന്ദ്രനുമായി താരതമ്യം ചെയ്തിരിക്കുന്നു കവിയത്രി. ഷീ യൂസ്ഡ് ദി വേർഡ് ലൈക്ക് ടു മേക്ക് ദി കമ്പാരിസൺ. താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വാക്കുകൾ കവിയത്രി ഉപയോഗിച്ചിരിക്കുന്നത്. എ കമ്പാരിസൺ ഓഫ് ടു തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ് ഈസ് കോൾഡ് സിമിലി. എന്തെങ്കിലും 2 കാര്യങ്ങളെ ലൈക്ക് ചേർത്തോ അല്ലെങ്കിൽ ആസ് ചേർത്തോ കമ്പയർ ചെയ്യുമ്പോൾ അതിനെ സിമിലി അഥവാ ഉപമ എന്ന് വിളിക്കാം. മലയാളത്തിൽ ഉപമ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുകൂടെ വായിച്ച് നോക്കാം. മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദി മൂൺ. ഇവിടെ ലൈക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ലൈക്ക് ദി മൂൺ. അപ്പോൾ ലൈക്ക് ഉപയോഗിച്ചോ ആസ് ഉപയോഗിച്ചോ ഏതെങ്കിലും 2 കാര്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ
അതിനെ നമ്മൾ ഉപമ അല്ലെങ്കിൽ സിമിലി എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലായില്ലേ? മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ എന്നുള്ള പ്രയോഗം എന്താണ്? ഒരു ഉപമയാണ്. എ സിമിലി ഈസ് യൂസ്ഡ് ടു ഹൈലൈറ്റ് ദ പെർട്ടിക്കുലർ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫ്യൂച്ചർ ഓഫ് സംതിങ്. എന്തിൻ്റെയെങ്കിലും പ്രത്യേകമായ ക്വാളിറ്റി എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പാരിസൺ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്തിൻ്റെ ക്വാളിറ്റിയാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്? ആ ബ്ലഡ്, തണുത്തുറഞ്ഞ ബ്ലഡിൻ്റെ ആ തീവ്രത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ദി മൂൺ, ചന്ദ്രനോട് ഉപമിച്ചിരിക്കുന്നത്. രണ്ട് എക്സാമ്പിൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ, ഹീ ഈസ് എ ബ്രേവ് ആസ് ലയൺ. ഈസ് ബ്രേവ് ആസ് എ ലയൺ. അവൻ ഒരു സിംഹത്തെ പോലെ ധൈര്യശാലിയാണ്. അവിടെ ആസാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു, ആസോ ലൈക്കോ ഉപയോഗിച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ഉപമയായിരിക്കും. ദ പ്ലേസ് വാസ്, രണ്ടാമത് നോക്കുക, ദ പ്ലേസ് വാസ് സൈലൻറ്റ് ലൈക്ക് എ ഗ്രേവ്. ഈ സ്ഥലം ഒരു ശ്മശാനം പോലെ മൂകമാണ്. അവിടെ ലൈക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി നൗ ലെറ്റസ് ഗോ ഓൺ ദി നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി പോയം. ആ പോയത്തിൻ്റെ അടുത്ത 6 ലൈൻസാണ് തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഗോയിങ് ദർ ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് ഓർ ജസ്റ്റ് ലിസൺ ടു ദി ഫോർസൺ എയർ or in wild despair pick an armful of darkness to bring it here to lie behind my bedroom door like a brooding dog. ആ 6 ലൈൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് താഴെ തന്നിട്ടുള്ളത്. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 6.2 നോക്കുക. 6.2 കംപ്ലീറ്റ് ദി ഫോളോവിങ്. ദ പോയിറ്റ് വാണ്ട്സ് ടു ഗോ ബാക്ക് ടു ദി ഹൗസ്. കവിയത്രി എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു? തിരിച്ചാ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എന്തിനൊക്കെയാണ് എന്നുള്ള 3 ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? നമ്മളോടത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ടു പിയർ. ടു പിയർ എന്ന് പറഞ്ഞതാണ് ഉറ്റുനോക്കുവാൻ അല്ലെങ്കിൽ എത്തി നോക്കുവാൻ. അപ്പോൾ നമ്മളത് പൂർത്തിയാക്കണം. എങ്ങനെ പൂർത്തിയാക്കേണ്ടത്? ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. ജാലകത്തിൻ്റെ അന്ധമായ കണ്ണിലൂടെ എത്തി നോക്കുവാൻ. ചെക്ക് യുവർ ആൻസർ എന്ന ഭാഗത്ത് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 6.2 ആൻസറിൽ കൊടുത്തിട്ടുണ്ട്. ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. രണ്ടാമതാണ് ടു ലിസൺ. എന്തിനെ ശ്രദ്ധിക്കാൻ? ടു ദി ഫോർസൺ എയർ. ടു ലിസൺ ദി ഫോർസൺ എയർ. തണുത്തുറഞ്ഞ കാറ്റിനെ ശ്രദ്ധിക്കുവാൻ. അടുത്ത മൂന്നാമത് ടു പിക്ക്, എടുത്തുകൊണ്ട് വരാൻ. ആൻ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ്. ആൻ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ്, ഒരു കൈ നിറയെ ഇരുട്ടിനെ എടുത്തുകൊണ്ട് വരുവാൻ കവി എന്ത് ചെയ്യുന്നു? ടു പിക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വാക്യാണ് നമ്മൾ ഫില്ല് ചെയ്തത്. ആൻ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 6.2 രണ്ടാമത്തെ ചോദ്യം. ലുക്ക് അറ്റ് ദി ഫ്രേസ്. ഈ പദസമുച്ചയം ശ്രദ്ധിക്കുക. എന്താണ്? ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. ജാലകത്തിൻ്റെ അന്ധമായ കണ്ണുകൾ, അടഞ്ഞ കണ്ണുകൾ. വിൻഡോ ഈസ് എ നോൺ ലിവിങ് ഒബ്ജക്റ്റ്. വിൻഡോ ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റാണ്. വിൻഡോയ്ക്ക് ജീവനില്ല. ദി പോയം ദ വിൻഡോ ഹാസ് ബീൻ ഗിവൺ എ ഹ്യൂമൻ ഫിസിക്കൽ ഫീച്ചർ. വിൻഡോയ്ക്ക് ജീവനില്ല എങ്കിലും ജീവനുള്ള ഒരു വ്യക്തിയെ പോലെ അല്ലെങ്കിൽ വ്യക്തിയുടെ ഫീച്ചറാണ് കവിയത്രി അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? ജാലകത്തിന് കണ്ണുണ്ട് എന്നും അന്ധമായ കണ്ണാണ് എന്നും പറയുന്നു. അപ്പോൾ ഒരു അന്ധൻ്റെ കണ്ണിനോടാണ് കവിയത്രി ജീവനില്ലാത്ത ജാലകത്തെ ഉപമിച്ചിരിക്കുന്നത്. ബ്ലൈൻഡ് ഐ. വാട്ട് ഡു വി കോൾ പോയറ്റിക് ട്രാൻസ്ഫോർമേഷൻ? ഇങ്ങനെ കവിയുടെ ഇത്തരത്തിലുള്ള രചനകളെ അല്ലെങ്കിൽ അവതരണങ്ങളെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജീവനില്ലാത്ത
ഒരു വസ്തുവിനെ ജീവനുള്ള വസ്തുവായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഉപമിക്കുമ്പോൾ നമ്മളതിനൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ലിഷർ എന്ന പാഠത്തിൽ, രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ പാഠത്തിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ദർ ഈസ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ എന്ന് പറയുന്ന ലൈൻ. ആ പോയ ഓർമ്മയില്ലേ? ആ പോയത്തിൽ പറയുന്നുണ്ട് എന്താണ്? പ്രകൃതിയിലെ വൃക്ഷങ്ങൾ ആടിയുലയുന്ന വൃക്ഷങ്ങളെ ഒരു നർത്തകിയോട്, സുന്ദരിയായ ഒരു പെൺകുട്ടിയോട് ഉപമിച്ചിരിക്കുന്നു എന്നെല്ലാം നമ്മൾ ആ പാഠത്തിൽ പഠിച്ചതാണ്. അന്ന് നമ്മളതിനൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്. ആ വാക്കാണ് ആൻസർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ആൻസർ പെർസോണിഫിക്കേഷൻ. നത്തിങ് ക്യാൻ ബി സീൻ ത്രൂ ദം ആസ് ദർ ഈസ് ഡാർക്ക്നെസ് ഇൻസൈഡ്. ഇരുട്ട് കാരണം ഒന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ബ്ലാങ്ക് ഐ അല്ലെങ്കിൽ അന്ധമായ കണ്ണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ജീവനില്ലാത്ത ഒരു വസ്തുവിനെ ജീവനുള്ള വസ്തുവിനെ പോലെ ഉപമിക്കുമ്പോൾ അതിനെയാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. വൈ ഈസ് ദി എയർ ഇൻ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഫോർസൺ? വല്യമ്മയുടെ വീടിൻ്റെ പരിസരത്തുള്ള എയറിനെ ഫോർസൺ അല്ലെങ്കിൽ തണുത്തുറഞ്ഞത് എന്ന് കവിയത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദ ഹൗസ്, ആൻസർ പറയാൻ, ദ ഹൗസ് ഈസ് അബ്സല്യൂട്ട്ലി സൈലൻസ്. ആ വീട് പൂർണ്ണമായും നിശബ്ദമാണ്. നോ വൺ ലീവ്സ് ദെയർ, അവിടെ ആരും താമസിക്കുന്നില്ല. ഈവൻ ദ എയർ ഡസ് നോട്ട് സീ ടു ബി മൂവിങ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈവൻ ദി എയർ ഡസ് നോട്ട് സീം ടു ബി മൂവിങ്. അവിടെ വായു പോലും ചലിക്കുന്നില്ല, അത്രമാത്രം നിശബ്ദമാണ്. അതുകൊണ്ടാണ് വായു അല്ലെങ്കിൽ എയർ തണുത്തുറഞ്ഞിരിക്കുന്നത് എന്ന് കവിയത്രി പറയുന്നത്. അടുത്ത നാലാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് ദി കറക്റ്റ് ആൾട്ടർനേറ്റീവ്സ് ഇൻ എ ആൻഡ് ബി. രണ്ട് ചോദ്യങ്ങളാണ് 4 ചോദ്യത്തിൽ, എയും ബിയും. അതിന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിച്ചിട്ട് എഴുതണം. ഒന്നാമത്തെ എ ക്വസ്റ്റ്യൻ, ആൻ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ് മീൻസ്. ഒരു കൈ നിറയെ ഇരുട്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന എന്തിനാണ്? ഓൾഡ് മെമ്മറീസ് ഓഫ് ദി ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ആണ്. ഓൾഡ് മെമ്മറീസ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, അമ്മയുടെ, വല്യമ്മച്ചിയുടെ വീടിനെ കുറിച്ചുള്ള ഒരുപിടി ഓർമ്മകളെയാണ്, പഴയ ഓർമ്മകളെയാണ് കവിയത്രിയോട് ആംഫുൾ ഓഫ് ഡാർക്ക്നെസ് എന്ന് അർത്ഥമാക്കിയിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ടു ലൈ ബിഹൈൻഡ് ബൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്. എൻ്റെ ബെഡ്റൂമിൻ്റെ പുറകിലായി ആലോചനാനിഗ്നനായ ഒരു നായയെപ്പോലെ. എന്താണ് കവിയത്രി അർത്ഥമാക്കുന്നത്? മീൻസ് ദാറ്റ് ദ മെമ്മറീസ് വിൽ ഓൾവേസ് റിമെയിൻ വിത്ത് ദി പോച്ച്. കവിയത്രിയോടൊപ്പം നിരന്തരമായി ഓർമ്മകൾ നിലനിൽക്കുന്നു എന്നാണ് കവിയത്രി ആ ലൈനിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഡിസ്കഷൻ. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ്. യു കാൺട്ട് ബിലീവ് ഡാർലിംഗ്, ക്യാൻ യു ദാറ്റ് ഐ ലീവ്ഡ് ഇൻ സച്ച് എ ഹൗസ് ആൻഡ് വാസ് പ്രൗഡ് ആൻഡ് ലൗഡ്, ഐ ഹൂ ഹാവ് ലോസ്റ്റ് മൈ വേ ആൻഡ് ബെഗ് നൗ അറ്റ് strangers' door to receive love at least in small change. ലാസ്റ്റത്തെ 5 ലൈൻസാണ് തന്നിട്ടുള്ളത്. ഇനി ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 6-3 ശ്രദ്ധിക്കുക. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 6-3. വിച്ച് വേഴ്സ് ടെൽ യു ദാറ്റ് ദ പോയറ്റ് ഈസ് ടോക്കിംഗ് ടു സം വൺ. പോയറ്റ് ആരോടോ സംസാരിക്കുന്നത് പോലെ തോന്നുന്നു, സംസാരിക്കുകയാണ്. ഏത് വാക്കാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്? പോയറ്റ് ആരോടോ സംസാരിക്കുന്നത് പോലെ നമുക്ക് ഏത് വാക്ക് കേൾക്കുമ്പോഴാണ് തോന്നുന്നത്? യു ക്യാൻ ബിലീവ് ഡാർലിംഗ്,
ആൻസർ പറയുന്നുണ്ട്. ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 6-3 ആൻസറിൽ ഒന്നാമത്തെ ആൻസറിൽ എയുടെ ആൻസർ യു കാൺ ബിലീവ് ഡാർലിങ്, നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുകയില്ല എന്ന് ഡാർലിങ് എന്ന് വിളിച്ചിട്ട് ആരോടോ കവി പറയുന്നുണ്ട്. അപ്പോൾ കവി ആരെയോടോ സംസാരിക്കുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വാക്കാണ് യു കാൺ ബിലീവ് ഡാർലിങ് എന്ന് പറയുന്ന ആ വാക്ക്. അടുത്ത ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഷീ ടെല്ലിങ് ഹിം ഹെർ? ആരോട്, അവനോട് അല്ലെങ്കിൽ അവളോട് എന്താണ് കവിയത്രി പറയുന്നത്? ദാറ്റ് ഷീ ലീവ്ഡ് ഇൻ സച്ച് എ ഹൗസ് ആസ് വാസ് പ്രൗഡ് ആൻഡ് ലവ്ഡ്, വളരെ ഇഷ്ടപ്പെടുകയും അഭിമാനിക്കുകയും ചെയ്ത ആ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് എന്ന് അവനോടോ അവളോടോ. അപ്പോൾ മുമ്പിൽ നമ്മൾ പറഞ്ഞു ഡാർലിംഗ് എന്ന് വിളിച്ച് ആരോടോ പറയുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ആ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ചിലപ്പോൾ ആണായിരിക്കാം, പെണ്ണായിരിക്കാം, ആരായാലും എന്താണ് അവരോട് പറയുന്നത്? അവർ അവിടെ താമസിച്ചിൽ അഭിമാനം കൊള്ളുകയും അവർ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്ത ഭവനമായിരുന്നു അത് എന്ന് കവയിത്രി പറയുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൽ ഇൻ ദി ലാസ്റ്റ് 3 lines ഓഫ് തോയം ദ പോയറ്റ് തിങ്സ് ഓഫ് ഹെർസെൽഫ് ആസ് എ ബെഗർ. അവസാനത്തെ 3 ലൈനിൽ കവയിത്രി സ്വയം ഒരു യാചകയായി കാണപ്പെടുന്നു. ഇനി 2 ചോദ്യമാണ്. ചോദ്യം, വാട്ട് ഈസ് ഷീ ബെഗിങ് ഫോർ? എന്തിനു വേണ്ടിയാണ് അവൾ യാചിക്കുന്നത്? ഷീ ഈസ് ബെഗിങ് ഫോർ ലവ്, അതാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ആൻസർ പറയുന്നുണ്ട് ഷീ ഈസ് ബെഗിങ് ഫോർ ലവ്. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഷീ മീൻ ബൈ സ്മോൾ ചേഞ്ച്? എന്താണ് സ്മോൾ ചേഞ്ച്? ലാസ്റ്റ് ലൈനിൽ ഏറ്റവും ലാസ്റ്റത്തെ വാക്കാണ് സ്മോൾ ചേഞ്ച്, അല്ലേ? സ്മോൾ ചേഞ്ച് എന്നുകൊണ്ട് കവിയത്രി ഉദ്ദേശിക്കുന്നതാണ് എ ലിറ്റിൽ ലവ് ഇൻ സിമ്പിൾ ക്വാളിറ്റി, ചെറിയ അളവിലെങ്കിലും അല്ലെങ്കിൽ ചെറിയ സ്നേഹമെങ്കിലും എന്ന് സൂചിപ്പിക്കാനാണ് സ്മോൾ ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഓവറോൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, കോഡ് ലൈക്ക് ദ മൂൺ ഈസ് എ സിമിലി. ക്യാൻ യു പിക്ക് ഔട്ട് അതർ സിമിലി ഫോർ ദി പോയം? അപ്പോൾ കോൾഡ് ലൈക്ക് ദി മൂൺ, ലൈക്ക് മൂൺ ഈ സിമിലി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൾഡ് ലൈക്ക് മൂൺ, ബ്ലഡ് കോൾഡ് ലൈക്ക് മൂൺ എന്ന് പറഞ്ഞാൽ സിമിലിയാണ്, ഉപമയാണ് എന്നെല്ലാം നമ്മൾ കുറച്ചു മുമ്പ് ആൻസറിൽ പഠിച്ചു, അല്ലേ? ചന്ദ്രനോട് തണുത്തുറഞ്ഞ രക്തത്തെ ഉപമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ പോയത്തിൽ നിന്നും മറ്റേതെങ്കിലും ഉപമകൾ കണ്ടെത്താൻ കഴിയുമോ എന്നാണ് ചോദ്യം. കണ്ടെത്താൻ കഴിയും, കാരണം ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കുക. ആൻ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ് ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്. അവിടെ എന്താണ്? അവിടെ ഇരുട്ടിനെ ആലോചനാനിമഗ്നനായ നായയോട് ഉപമിച്ചിരിക്കുന്നു, അല്ലേ? ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്. ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ്, അല്ലേ? ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ് ബെഡ്റൂമിൻ്റെ ഡോറിന് പിന്നിൽ കൊണ്ടുവച്ച് ആലോചനാനിമഗ്നനായ കറുത്ത ഒരു ഡോഗിനെ പോലെ കവിയത്രി ഭാവന ചെയ്യുന്നു. അപ്പോൾ കവിയത്രി ഇരുട്ടിനെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? അവിടെ നിന്ന് കൈനിറയെ കോരിക്കൊണ്ട് വരുന്ന ഇരുട്ടിനെ ആലോചനാനിമഗ്നനായ ഒരു ഡോഗിനോട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഇരുട്ട് കോരിക്കൊണ്ട് വരാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. കവിയത്രിയുടെ ഇരുട്ട് എന്ന് പറയുന്ന ആ സങ്കല്പം എന്താണ്? കവിയത്രിയുടെ ഓർമ്മകളാണ്, അല്ലേ? ഓർമ്മകളാണ് എന്ന് നമ്മൾ പഠിച്ചു. കവിയത്രിയുടെ ഓർമ്മകളാണ് കവിയത്രി ഇരുട്ടായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ആൻസർ, ദ പോയറ്റ് തിങ്സ് ഓഫ് ഹെർ പാസ്റ്റ്. കവിയത്രി തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നു. ഹൗ ഈസ് ഷീ പ്രസൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദി പാസ്റ്റ്? കഴിഞ്ഞ കാലത്ത് നിന്നും എത്രമാത്രം കവിയത്രി ഇപ്പോൾ വ്യത്യസ്തയാണ് എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ആൻസർ നോക്കുക. ഷീ റിമെമ്പേഴ്സ് ദാറ്റ് ഹെർ ചൈൽഡ്ഹുഡ് ഇൻ ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് വെൻ ഷീ വാസ് ലവ്ഡ്. അവൾ സ്നേഹിക്കപ്പെട്ട കാലത്ത്
അവൾക്ക് ഒരുപാട് സ്നേഹം കിട്ടിയ കാലത്ത് അവൾ വല്യമ്മച്ചിയുടെ വീട്ടിൽ താമസിച്ച ഓർമ്മകൾ കവിയത്രിയെ മുറിപ്പെടുത്തുന്നു. ഷീ ഹാസ് എ ഡീപ്പ് സെൻസ് ഓഫ് സോറോസ് ഇൻ ദി പ്രസൻറ്റ് ബിക്കോസ് നോ വൺ ലവ്സ് ഹെർ നൗ. ഇപ്പോൾ അവൾക്ക് ഒരുപാട് വലിയ ആഴത്തിലുള്ള ദുഃഖമുണ്ട്, കാരണം ഇപ്പോൾ അവളെ ആരും സ്നേഹിക്കുന്നില്ല. അന്ന് അവൾ ഒരുപാട് സ്നേഹം കിട്ടിയിരുന്നു. അതാണ് അന്നത്തെ കവിയത്രിയും ഇന്നത്തെ കവിയത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് വേർഡ്സ് ഫ്രം ദി പോയം വിച്ച് കൺവേ ദ സെൻസ് ഓഫ് ലോസ് ദാറ്റ് ദി പോയറ്റ് ഫീൽസ്. കവിക്ക് നഷ്ടങ്ങൾ സംഭവിച്ച അല്ലെങ്കിൽ കവിയുടെ നഷ്ടങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ പോയത്തിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3-4 വാക്കുകളോട് പറയുന്നുണ്ട്. ദാറ്റ് വുമൺ ഡൈഡ്, ആ സ്ത്രീ മരണപ്പെട്ടു. ദ ബ്ലഡ് ടേൺഡ് കോൾഡ്, രക്തം തണുത്തുറഞ്ഞു. ഫ്രോസൺ എയർ, വൈൽഡ് ഡിസ്പെയർ, തണുത്തുറഞ്ഞ വായു. അതുപോലെ തന്നെ വൈൽഡ് ഡെസ്പെയർ, കടുത്ത നിരാശ. ആംഫുൾ ഓഫ് ഡാർക്ക്നെസ്, കൈനിറിയ ഇരുട്ട് അല്ലെങ്കിൽ കൈനിറിയ ഓർമ്മകൾ. ഈ പറയുന്ന 3-4 വാക്കുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? കവിയത്രിയുടെ നഷ്ടത്തിൻ്റെ അളവിനെ, ആഴത്തെ എടുത്തു കാണിക്കുന്ന വാക്കുകൾ ആണ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത പാഠവുമായി നമ്മൾ ഉടനെ കാണും. ഓക്കെ, താങ്ക്സ്.